എസ് എന്ന മഹാവിപ്ലവകാരി ഇനി ജ്വലിക്കുന്ന ഓർമ്മ. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. വിപ്ലവ മണ്ണിൽ കനലോർമ്മയായി VS. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നടത്തി. VS ഇനി ജനഹൃദയങ്ങളിൽ ജ്വലിക്കുന്ന ഓർമ്മ. സമരസൂര്യന് കണ്ണീരോടെ വിട നൽകി ജന്മനാട്. വേലിക്കകത്ത് വീട്ടിലും CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലും മന്ത്യാഞ്ജലി അർപ്പിച്ച ആയിരങ്ങൾ. ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ സഖാവിനെ കാണാനെത്തിയത് ജനസാഗരം. തിരുവനന്തപുരത്ത് നിന്ന് വിലാപയാത്ര വീട്ടിലെത്തിയത് 22 മണിക്കൂർ കൊണ്ട്. UAEയിൽ അനുമതിയില്ലാതെ ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റുകൾ നടത്തിയ 77 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പൂട്ടി. അനുമതിയില്ലാതെ നടത്തുന്നവരിൽ നിന്ന് ഗാർഹിക തൊഴിലാളികളെ നിയമിക്കരുതെന്ന് പൗരന്മാർക്ക് നിർദ്ദേശം നൽകി മാനവ വിഭവശേഷി സ്വദേശവൽക്കരണ മന്ത്രാലയം. നൊമ്പരമായി വിഭജിക. ഷാർജയിൽ മരിച്ച വിഭജികയുടെ സംസ്കാരം കൊല്ലത്ത് നടത്തി. പ്രതിയായ ഭർത്താവ് നിതീഷിനായി റെഡ് കോർണർ നോട്ടീസ് ഇറക്കുമെന്ന് അന്വേഷണ സംഘം. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ നാളെ ഒപ്പുവയ്ക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും ബ്രിട്ടനിലേക്ക്. ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും ബ്രിട്ടൻ തീരുവ ഒഴിവാക്കും. കരാർ ഒപ്പുവയ്ക്കുന്നത് 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ. കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് ഇനി ജ്വലിക്കുന്ന ഓർമ്മ. തിമിർത്ത് പെയ്ത മഴയിൽ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി വലിയ ചുടുകാട്ടിലായിരുന്നു സംസ്കാരം. പുന്നപ്ര സഖാക്കൾ അന്ത്യവിശ്രമം ഉറങ്ങുന്ന അതേ മണ്ണിൽ തന്നെയാണ് VSനും അന്ത്യവിശ്രമം. ഇന്ന് രാത്രി 9 മണിയോടെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് VSന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. മകൻ ഡോക്ടർ VA അരുൺകുമാർ VSന്റെ ചിതയ്ക്ക് തീ കൊളുത്തി. CPM ജനറൽ സെക്രട്ടറി MA ബേബി, മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളും സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ടവരും പാർട്ടി പ്രവർത്തകരും തുടങ്ങി വൻ ജനസഞ്ചയം സംസ്കാര ചടങ്ങുകളിൽ പങ്കാളികളായി. അൺഫിലിറ്റ് ഡിസൂസയുടെ വിവരങ്ങളുമായി. അൺഫിലിറ്റ്, സമര പോരാട്ടങ്ങളുടെ വിപ്ലവ നായകന് ജനം എങ്ങനെയാണ് വിട നൽകിയത്? കേരളം നെഞ്ചിലേറ്റിയ ചരിത്ര പുരുഷൻ, ഈ നൂറ്റാണ്ടിന്റെ യുഗത്തിന്റെ ഒരു പ്രതിഭാസമായ മഹാ അത്ഭുതമെന്നൊക്കെ നമ്മൾ പറയുന്ന കേരളം നെഞ്ചോട് ചേർത്ത മലയാളികളുടെ VS, മലയാളികൾ എന്നും നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന ആ അണയാത്ത ദീപമായി കാത്തു സൂക്ഷിച്ച ആ വിപ്ലവ സൂര്യൻ ഇപ്പോൾ ഇവിടെ ഈ മണ്ണിനോട് ചേർന്ന് VS ഒടുവിൽ അന്ത്യവിശ്രമം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. VS അച്യുതാനന്ദന്. VSന് ഇപ്പോൾ ഈ അന്ത്യവിശ്രമം ഒരുക്കി ഇത്രയും സമയം പിന്നിട്ടിട്ടും ഇപ്പോഴും ആളുകൾ ഇവിടെ കൂടി നിൽക്കുകയാണ്. കാരണം ഇപ്പോഴും ആളുകൾ അണമുറയാതെ VSനെ അഭിവാദ്യം അർപ്പിച്ച് VS കണ്ണേ കരളെ VS എന്ന ആ മുദ്രാവാക്യം വിളികൾ ഇപ്പോഴും, അതായത് VSന്റെ ആ കത്തിയെരിയുന്ന ചിതയിൽ നിന്ന് ഇപ്പോഴും തീജ്വാലകൾ ഉയരുമ്പോഴും VSനെ അവിടെ നിന്ന് വിട്ടുപോകാൻ ജനങ്ങൾക്ക്, VSനെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക്, ഇവർ എത്രയോ മണിക്കൂറുകളായി VSനെ കാത്തു നിന്നവരായിരുന്നു. ആ VSനെ അങ്ങനെ ഉടനെ തന്നെ VSനെ വിട്ടവർക്ക് പോകാനായി ഇവർക്ക് മനസ്സനുവദിക്കുന്നില്ല. അങ്ങനെ വലിയൊരു ജനപ്രവാഹം VS ജീവിച്ചിരുന്ന ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ VS ജീവിച്ചിരുന്ന ആ ഒരു നൂറ്റാണ്ട് VS എങ്ങനെയാണോ ചരിത്രത്തെ മാറ്റിയത്, ചരിത്രത്തെ തിരുത്തിയത്, VS എന്തൊക്കെയാണോ മനുഷ്യർക്ക് അവരും തലമുറയ്ക്ക് എന്തൊക്കെ പഠിപ്പിച്ച്, എന്തൊക്കെയാണോ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് VS അവരിൽ പഠിപ്പിച്ച് VS കടന്നുപോയത്, VS എന്നും എവിടെയൊക്കെ VSന്റെ കാൽപ്പാടുകൾ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ VSന്റെ മുദ്രകൾ എവിടെയൊക്കെ ഏറ്റിട്ടുണ്ടോ, VSന്റെ നിലപാടുകൾ എവിടെയൊക്കെയായിരുന്നു, അതൊക്കെ ഒരു വേറിട്ട ശബ്ദമായിരുന്നു. അല്ലെങ്കിൽ അതൊക്കെ ഒരു പ്രത്യേക ഒരു അപൂർവത, VSന് മാത്രം പറയാവുന്ന അപൂർവതകളും മാത്രമുള്ളൊരു പ്രത്യേകതകളും ഒക്കെയായിരുന്നു VS കൈവച്ചിട്ടുള്ള ഓരോ മേഖലകളിലും. അതുപോലെ തന്നെയായിരുന്നു VSന്റെ ഈ വിടവാങ്ങൽ പോലും ഒരു അപൂർവതയായി, ഒരു അത്ഭുതമായി ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഒരു വിലാപയാത്രയായി കൂടി VSന്റെ ഈ അന്ത്യയാത്രാമൊഴി മാറുകയാണ്. കാരണം അത്രയേറെ മണിക്കൂറുകൾ നീണ്ട ഒരു വലിയൊരു ക്യൂ തന്നെ ഓരോ ഇടത്തും
തിരുവനന്തപുരം മുതൽ ഈ ആലപ്പുഴ വരെ എത്തുമ്പോൾ എത്രയോ മണിക്കൂറുകൾ പിന്നിട്ടിട്ടാണ് ഇവിടെ എത്തിയത്. 1.5 ദിവസത്തിലേറെയുള്ള ഒരു വിലാപയാത്രയെന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു 9 മണിയോടുകൂടിയാണ് ഏറ്റവും ഒടുവിൽ അവസാനം. ഉച്ചയ്ക്കെന്ന് പറഞ്ഞ് കരുതിയിരുന്നു, അപ്പോഴും നടന്നില്ല. വൈകിട്ടെന്ന് കണക്കൂട്ടി, എന്നിട്ടും നടന്നില്ല. കാരണം ഓരോയിടത്തും ഈ പൊതുദർശനം എന്ന് പറയുന്നത് അങ്ങനെ മണിക്കൂറുകൾ നീണ്ടുപോയി. ഈ VSന്റെ വേലിക്കകത്തെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴും അരമണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് DC ഓഫീസിലും അങ്ങനെ കഴിഞ്ഞില്ല, മണിക്കൂറുകൾ നീണ്ടു. ഒടുവിൽ അത് പോലീസ് ഗ്രൗണ്ടിൽ കൊണ്ടുവന്നപ്പോൾ അവിടെയും അങ്ങനെ തന്നെയായിരുന്നു. റീക്രിയേഷൻ ഗ്രൗണ്ടിലും അതുപോലെ തന്നെ സംഭവിച്ചു. മണിക്കൂറുകൾ നീണ്ട പൊതുദർശനം, അത്രയേറെ ജനപ്രവാഹമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ റീക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്നും VSന് അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്ന ഈ പുന്നപ്ര വര രക്തസാക്ഷികളുടെ ആ സ്മൃതി കുടീരത്തിന് സമീപത്ത് ആ വലിയ ചുടുകാട്ടിൽ VSനെ കൊണ്ടുവരുന്ന അവിടെ ആ സമയത്ത് കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. തുടക്കം മുതൽ തന്നെ ഇന്ന് അണവിട്ടാത്ത മഴയുടെ ഒരു ഏറ്റക്കുറച്ചിൽ, വലിയ രീതിയിൽ മഴ. ഒരിക്കൽ പോലും മഴയുടെ ശക്തി കുറഞ്ഞില്ല. മഴ ശക്തി പ്രാപിച്ചുകൊണ്ടേയിരുന്നു. ഏറ്റവും വലിയ ശക്തി പ്രാപിച്ച ഒരു സമയമായിരുന്നു വലിയ ചുടുകാട്ടിൽ VSന്റെ ഭൗതിക ശരീരം കൊണ്ടുവന്ന സമയം. അന്ന് അലമുറയിട്ട ആ സമയത്ത് കരയുന്ന ജനങ്ങൾ, VSന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന, VSനെ അഭിവാദ്യം ചെയ്യുന്ന ജനങ്ങൾ ഈ കോരിച്ചൊരിയുന്ന മഴയിലും ഈ ചുമരുകൾക്ക്, ഈ മതിൽക്കെട്ടുകൾ ഭേദിച്ചുകൊണ്ട് അന്തരീക്ഷത്തിൽ മുഴങ്ങുമാറ് അലറി വിളിച്ച ജനങ്ങളായിരുന്നു. ആ ജനസാഗരത്തെ സാക്ഷി നിർത്തിയായിരുന്നു VSന് അന്തിമ മൊഴി നൽകുന്നത്, അന്ത്യയാത്രാ മൊഴി നൽകിയത് ജനക്കൂട്ടം. വലിയ രീതിയിലുള്ള ജനക്കൂട്ടത്തിനൊടുവിൽ നിന്നുകൊണ്ട് ഏറ്റവും ഒടുവിൽ VSനെ എല്ലാവരും ആദരപൂർവ്വം തന്നെ ഈ വിളികൾക്കിടയിലും, ഈ മുദ്രാവാക്യം വിളികൾക്കിടയിലും, ഈ കണ്ണേ കരടെ വിളികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് VS എന്ന യുഗപുരുഷൻ ഒടുവിൽ ഈ VSന് വിപ്ലവം ഉറങ്ങുന്ന ആ മണ്ണിൽ, VS ജനിച്ചു വീണ ആ പുന്നപ്രയുടെ മുത്തായി ജനിച്ച VS ഒടുവിൽ ആ പുന്നപ്രയുടെ മണ്ണിൽ തന്നെ അന്ത്യയാത്ര VSന് നൽകിയിരിക്കുകയാണ്. ഇത്രയേറെ സമര നേതാക്കന്മാർ, രക്തസാക്ഷികൾ ഉറങ്ങുന്ന ആ മണ്ണിൽ തന്നെ VSന്റെ പേരിലുള്ള ആ പുന്നപ്ര രക്തസാക്ഷി മണ്ഡപത്തിൽ അവിടെ തന്നെയാണ് VSന് യാത്രാമൊഴി നൽകിയത്. VSന്റെ സംസ്കാര ചടങ്ങിൽ ഈ മുഖ്യമന്ത്രി അടക്കമുള്ള സംസ്ഥാന നേതാക്കളൊക്കെ തന്നെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഉൾപ്പെടെ സമ്മതരായ ആ നേതാക്കളുടെയും സാന്നിധ്യത്തിൽ VSന് ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെയായിരുന്നു VSന്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നടന്നത്. മകൻ VA അരുൺകുമാറാണ് VSന്റെ ചിതയ്ക്ക് തീ കൊളുത്തിയത്. അതിനുശേഷം കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ജനപ്രവാഹം ഒട്ടും തന്നെ കുറഞ്ഞിരുന്നില്ല. ആ രീതിയിലായിരുന്നു ജനങ്ങൾ. ഇപ്പോഴും ഈ സമയത്ത് നമ്മളിവിടെ സംസാരിക്കുമ്പോൾ പോലും വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം ഇപ്പോഴും ഇവിടെ കാണാൻ. കാരണം ആരും പിരിഞ്ഞു പോകാൻ അവർക്ക് ഈ അർദ്ധരാത്രി 12 മണിയായിട്ടും പിരിഞ്ഞു പോകാൻ അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല. കാരണം അത്രയേറെ അവർ കാത്തിരുന്ന VS വർഷങ്ങൾക്ക് ശേഷം, 5 വർഷത്തിന് ശേഷം ഈ മണ്ണിൽ VS തിരിച്ചെത്തിയപ്പോൾ ഇങ്ങനെ നിശബ്ദനായി ചേതനയേറ്റ VSനെ കാണേണ്ടി വന്നു. ഒടുവിൽ VSനെ കാത്തിരുന്നു. ഈ കോരിച്ചൊരിയുന്ന മഴയിലും VSന് അഭിവാദ്യം അർപ്പിച്ചാണ് അവർ മടങ്ങുന്നത്. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഉടനെ തന്നെ അവിടെ അനുശോചന സമ്മേളനവും നടത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജനറൽ സെക്രട്ടറി MA ബേബി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എല്ലാവരും തന്നെയും ഒരുമിച്ച് ചേർന്ന് അവിടെ തന്നെയാണ്, ആ വലിയ ചുടുകാട്ടിന് സമീപം തന്നെയാണ് ഈ പുന്നപ്രവേല സ്മൃതി കുടീരത്തിനടുത്ത് തന്നെ അനുശോചന സമ്മേളനം നടത്തി. എല്ലാ നേതാക്കന്മാർ VS എങ്ങനെയായിരുന്നു, VSനെ ഈ ചരിത്രം എങ്ങനെ അടയാളപ്പെടുത്തുന്നു, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം VSനെ എങ്ങനെ അടയാളപ്പെടുത്തുന്നുവെന്നും VSന് വരും തലമുറ VSൽ നിന്ന് എന്താ പഠിക്കണം, എന്ത് പാഠമാണ് ഒരു VSന്റെ ചരിത്രം മുഴുവൻ ഒരു തലമുറയ്ക്ക് ഒരു പാഠപുസ്തകമായി നൽകി, അതിന് ഏടായി നൽകിക്കൊണ്ട് തന്നെയാണ് VS അങ്ങനെ തന്നെയാണ് കാലം സാക്ഷിയായി VS ഇവിടെ നിന്ന് വിട പറയുന്നു. VS എന്തായിരുന്നുവെന്ന് ഓരോ മനുഷ്യനും ഓരോ തലമുറയും തിരിച്ചറിയുമെന്ന് VSനെ അനുസ്മരിച്ച ഓരോ നേതാക്കളും പറഞ്ഞു വയ്ക്കുകയാണ്. എന്തായാലും VSനെ ഈ കേരളം കണ്ട ഏറ്റവും വലിയൊരു ജനാവലിയോടുകൂടി ഏറ്റവും ഒരു ചരിത്ര സംഭവം, അവിസ്മരണീയ സംഭവമായി തന്നെ ആ യാത്രാമൊഴി നൽകിയാണ് VS എന്ന ചരിത്ര പുരുഷന്, VS എന്ന വിപ്ലവ സൂര്യന് കേരളം, VSന്റെ ജന്മനാട് VSന് അന്ത്യയാത്രാമൊഴി നൽകിയത്. മായ ശരിയാണ്, തീർച്ചയായും വലിയൊരു ജനസഞ്ചയത്തെ സാക്ഷിയാക്കിയാണ് VSന്റെ മടക്കയാത്രയും. അൻഫിൽ ഡിസൂസിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മാതാ അമൃതാനന്ദമയി മഠവും അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസും VS അച്യുതാനന്ദൻ അന്തിമോപചാരം അർപ്പിച്ചു. മഠത്തെ പ്രതിനിധീകരിച്ച് സ്വാമി യോഗാമൃതാനന്ദപുരിയും എയിംസിനായി ഡോക്ടർ ജഗ്ഗുസ്വാമിയും പുഷ്പചക്രം സമർപ്പിച്ചു. ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിലെത്തിയാണ് മുൻ മുഖ്യമന്ത്രിക്ക് ആദരം അർപ്പിച്ചത്.
ജനങ്ങൾക്കും നാടിനും വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ത്യാഗോജ്വലമായ ഒരു ജീവിതം നയിച്ച ആദർശ ധീരനായിരുന്നു സഖാവ് അച്യുതാനന്ദൻ. അദ്ദേഹത്തിന് അമ്മയുടെയും ആശ്രമത്തിന്റെ പേരിലും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മറ്റു വാർത്തകൾ നോക്കാം. UAE-യിൽ അനുമതിയില്ലാതെ ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റുകൾ നടത്തിയിരുന്ന 77 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പൂട്ടിയെന്ന് മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. അനുമതിയില്ലാതെ ഇത്തരം സേവനങ്ങൾ നൽകുന്നവരിൽ നിന്നും ഗാർഹിക തൊഴിലാളികളെ നിയമിക്കരുതെന്ന് രാജ്യത്തെ പൗരന്മാർക്കും താമസക്കാർക്കും മന്ത്രാലയം നിർദ്ദേശം നൽകി. 2025 ആദ്യ പകുതിയിലാണ് UAE-യിൽ അനധികൃതമായി ഗാർഹിക തൊഴിലാളികളെ നിയമിച്ചിരുന്ന 77 സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പൂട്ടിയതെന്ന് മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റിയുമായി ചേർന്നാണ് നടപടികൾ കൈക്കൊണ്ടത്. സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഉണ്ടാക്കി ആവശ്യമായ അനുമതികൾ ഇല്ലാതെ ഗാർഹിക തൊഴിലാളികളെ നൽകി വരികയായിരുന്നു. ലൈസൻസോടെ പ്രവർത്തിക്കുന്ന റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങൾ വഴി മാത്രമേ ഗാർഹിക തൊഴിലാളികളെ നിയമിക്കാവൂ എന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്നവരുടെ സേവനം തേടിയാൽ നിയമപരമായ പരിരക്ഷ ലഭിക്കില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ലൈസൻസോടെ പ്രവർത്തിക്കുന്ന ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാണ്. സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന ഇത്തരം പരസ്യങ്ങളുടെ സാധുത ഉറപ്പാക്കാൻ 659-0000 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാമെന്നും അധികൃതർ പറഞ്ഞു. അമൃത ന്യൂസ്, അബുദാബി. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ നാളെ ഒപ്പുവയ്ക്കും. 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കരാർ ഒപ്പുവയ്ക്കുന്നത്. ഇതോടെ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന 99% ഇനങ്ങൾക്കും ബ്രിട്ടൻ തീരുവ ഒഴിവാക്കും. ബ്രിട്ടനിൽ നിന്നിറക്കുന്ന 90% ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ തീരുവ കുറയ്ക്കും. 10 വർഷത്തിനുള്ളിൽ ഇതിൽ 85% ഇനങ്ങളും ഡ്യൂട്ടി ഫ്രീ ആകും. ഇതോടെ ഇരു രാജ്യങ്ങളുടെയും ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും. 3 വർഷം നീണ്ടുനിന്ന ചർച്ചകൾക്ക് ശേഷം ഈ വർഷം മെയ് 6-നാണ് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തിയായത്. 2030 ആകുമ്പോഴേക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം $120 ബില്യൺ എത്തിക്കുകയാണ് ലക്ഷ്യം. സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമാണ്. അംഗീകാരം ലഭിച്ചതിനു ശേഷം 1 വർഷത്തിനുള്ളിൽ കരാർ പ്രാബല്യത്തിൽ വരും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2023-24 കാലയളവിൽ $55 ബില്യൺ എത്തിയിരുന്നു. 1000-ഓളം ഇന്ത്യൻ കമ്പനികളാണ് UK-യിൽ പ്രവർത്തിക്കുന്നത്. ഇതിലൂടെ 1 ലക്ഷത്തിലേറെ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നുണ്ട്. $20 ബില്യൺ നിക്ഷേപമാണ് ഇന്ത്യൻ കമ്പനികൾക്ക് അവിടെയുള്ളത്. സ്വതന്ത്ര വ്യാപാര കരാർ പ്രകാരം സ്കോച്ച് വിസ്കിയുടെ താരിഫ് 150% നിന്ന് 75% കുറയും. അടുത്ത ദശകത്തോടെ ഇത് 40% കുറയുമെന്ന പ്രതീക്ഷയും ബ്രിട്ടീഷ് സർക്കാർ പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യൻ തുണിത്തരങ്ങൾ, തുകൽ, പാദരക്ഷകൾ എന്നിവയുടെ നികുതിയിൽ 90%-ഓളവും ഇളവ് ലഭിക്കും. ഇന്ത്യയും UK-യും തമ്മിലുള്ള വ്യാപാര കരാർ ഇരു രാജ്യങ്ങളിലും ഓട്ടോമോട്ടീവ് വ്യവസായത്തിനും ഊർജം പകരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി KS സ്റ്റാമറുമായി മോദി ചർച്ച നടത്തും. വ്യാപാരം, ഊർജം, സുരക്ഷ, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും സഹകരണം ഉറപ്പാക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിവെച്ച വ്യാപാര യുദ്ധത്തിനിടയിലാണ് ഇന്ത്യയുടെയും UK-യുടെയും കരാറെന്നത് ശ്രദ്ധേയമാണ്. 2014 അധികാരമേറ്റ ശേഷം മോദിയുടെ 4ാമത്തെ UK സന്ദർശനമാണ് ഇത്തവണത്തേത്. കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ വ്യാപാര രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി വിഭഞ്ചികയുടെ മൃതദേഹം ബന്ധുക്കളുടെ ആവശ്യപ്രകാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി. കുടുംബത്തിന്റെ പരാതിയിൽ ഭർത്താവ് നിതീഷിനെ നാട്ടിലെത്തിക്കാൻ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു.
ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി വിഭഞ്ചികയുടെ സംസ്കാരം നടന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമായിരുന്നു കേരളപുരത്തെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത്. ഈ മാസം 9-നാണ് വിഭഞ്ചികയെയും 1.5 വയസ്സുള്ള മകളെയും ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണം നടന്ന് 2 ആഴ്ചകൾക്കു ശേഷമാണ് വിഭഞ്ചികയുടെ മൃതദേഹം സ്വന്തം നാട്ടിലേക്ക് എത്തിച്ചത്. വിഭഞ്ചികയുടെ അമ്മ ശൈലജയുടെ സഹോദരന്റെ കേരളപുരത്തെ വീട്ടിലായിരുന്നു പൊതുദർശനവും സംസ്കാര ചടങ്ങുകളും. ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരുമൊക്കെ വിഭഞ്ചികയെ അവസാനമായി കാണാൻ വീട്ടിലേക്കെത്തി. ജൂലൈ 8-നാണ് കേരളപുരം പൂട്ടാണിമുക്ക് രജിതാ ഭവനിൽ 33 വയസ്സുള്ള വിഭഞ്ചിക, മകൾ 1.5 വയസ്സുള്ള വൈഭവി എന്നിവരെ ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകളെ കൊലപ്പെടുത്തിയ ശേഷം വിഭഞ്ചിക ആത്മഹത്യ ചെയ്തതാണെന്ന് ഷാർജ പോലീസ് സ്ഥിരീകരിച്ചു. ഭർത്താവ് നിതീഷിന്റെയും ഭർത്തൃ കുടുംബാംഗങ്ങളുടെയും കൊടിയ പീഡനം കാരണമാണ് ജീവൻ അവസാനിപ്പിക്കുന്നതെന്ന് വിഭഞ്ചിക എഴുതിയ ആത്മഹത്യാക്കുറിപ്പും പുറത്തു വന്നിരുന്നു. അതിനിടെ വിഭഞ്ചികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം അച്ഛൻ നിതീഷിന്റെ ആവശ്യപ്രകാരം ജൂലൈ 17-ന് UAE-യിൽ തന്നെ സംസ്കരിച്ചു. തുടർന്ന് ഷാർജയിലെ നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് അമ്മയും ബന്ധുക്കളും വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചത്. കുടുംബത്തിനാവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഉറപ്പുവരുത്തുമെന്ന് സ്ഥലം MLA കൂടിയായ PC വിഷ്ണുനാഥ് പറഞ്ഞു. കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള വൈകൃതങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയായി എന്ന് കുടുംബാംഗങ്ങൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മരണത്തെ സംബന്ധിച്ച് ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴുമുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോട് കുടുംബത്തിൻ്റെ ആവലാതി ഞാനൊരു കത്ത് മുഖേന തന്നെ അറിയിച്ചിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയവുമായി കൂടി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാവുകയും ഈ മരണത്തിൻ്റെ നിജസ്ഥിതി പുറത്തു വരികയും കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ലഭിക്കുകയും ഇനി ഒരു കുട്ടിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ പാകത്തിലുള്ള ശക്തമായ നിയമ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന ആവശ്യം കുടുംബത്തിനുണ്ട്. ആ കുടുംബത്തിൻ്റെ ആവശ്യത്തോടൊപ്പമാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. വിഭഞ്ചികയുടെ സഹോദരൻ വിനോദാണ് ചിതയ്ക്ക് തീ പകർന്നത്. വിഭഞ്ചികയുടെ അമ്മ ശൈലജയുടെ പരാതിയിൽ ഭർത്താവ് നിതീഷ്, സഹോദരി, അച്ഛൻ എന്നിവർക്കെതിരെ കൊല്ലം കുണ്ടറ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിതീഷ് വിദേശത്തായതിനാൽ അയാളെ കണ്ടെത്തുന്നതിനും താൽക്കാലിക അറസ്റ്റ് ഉൾപ്പെടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും റെഡ് കോർണർ നോട്ടീസ് നിയമസഹായവും തേടി വരികയാണ്. അമൃത ന്യൂസ്, കൊല്ലം. ദുബായിൽ ട്രാഫിക് പിഴകൾ അടക്കാനുണ്ടെങ്കിൽ താമസ വിസ പുതുക്കാനാവില്ലെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അറിയിച്ചു. രാജ്യത്തെ നിയമങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പിഴകൾ സമയാസമയം അടച്ചു തീർക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. പിഴത്തുക കൂടുതലുണ്ടെങ്കിൽ തവണകളായി അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. രാജ്യത്തെ താമസക്കാർക്ക് ആവശ്യമായതെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ട്. നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്ന് GDRFA മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മർരി പറഞ്ഞു. ഗസയിൽ ഇസ്രയേൽ തുടരുന്ന ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്നും സഹായം എത്തിക്കാനുള്ള നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് വിവിധ രാജ്യങ്ങളുടെ സംയുക്ത ആഹ്വാനത്തെ സ്വാഗതം ചെയ്ത് സൗദി അറേബ്യ. മാനുഷിക സഹായങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കണമെന്നും ഇസ്രയേൽ തുടരുന്ന വംശഹത്യ ഉടൻ അവസാനിപ്പിക്കണമെന്നും ബ്രിട്ടൻ, ഫ്രാൻസ്, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങി 26 രാജ്യങ്ങളാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. ഗസയിലെ ജനങ്ങളുടെ അന്തസ്സും മാനുഷികതയും തകർക്കുന്ന ഇസ്രയേലിന്റെ സഹായ വിതരണ മാതൃകയെയും ശക്തമായി രാജ്യങ്ങൾ അപലപിച്ചു. കുവൈറ്റിൽ ആദ്യമായി മിനിമലി ഇൻവെസീവ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് സർജറി വിജയകരമായി പൂർത്തിയാക്കി. ചെസ്റ്റ് ഡിസീസസ് ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് മിഷാൽ അൽ അയാറിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘമാണ് നിരവധി രോഗികളിൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത്. രാജ്യത്ത് ആദ്യമായാണ് ഈ രീതിയിലുള്ള ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തുന്നത്. നെഞ്ചെല്ലുകൾ പിളർത്തിയാണ് പരമ്പരാഗതമായി ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയകൾ നടത്താറുള്ളത്. ഇതിനു പകരം വാരിയെല്ലുകൾക്കിടയിൽ 5 സെന്റിമീറ്ററിൽ കവിയാത്ത ചെറിയ ദ്വാരം സൃഷ്ടിച്ച് അടഞ്ഞുകിടക്കുന്ന കൊറോണറി ധമനികളിലേക്ക് നേരിട്ട് പ്രവേശിച്ചുകൊണ്ട് ഹൃദയപേശികളിലേക്കുള്ള രക്തയോട്ടം പുനഃസ്ഥാപിക്കുന്ന നൂതന ശസ്ത്രക്രിയാ മാർഗമാണ് മിനിമലി ഇൻവേസീവ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് സർജറി. രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടക്കുന്ന ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിതെന്ന് ഡോക്ടർ മുഹമ്മദ് മിഷാൽ അൽ അയാർ പറഞ്ഞു. കുവൈറ്റിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഡയറക്ടർമാരും ജീവനക്കാരും ഏജന്റുമാരും ഉൾപ്പെടെ നിരവധി പേർ അറസ്റ്റിൽ. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ, ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗം എന്നീ ഏജൻസികളുടെ നേതൃത്വത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. വാണിജ്യ കമ്പനികളിൽ നിന്ന് അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിനും ജമിയകളിൽ ഇവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകുന്നതിനുമായി കൈക്കൂലി വാങ്ങിയെന്ന് തെളിഞ്ഞതിന് പിന്നാലെയാണ് അറസ്റ്റ്. കൈക്കൂലി തുക കൊണ്ടുപോകുന്നതിനും വിതരണം ചെയ്യുന്നതിനും ഉത്തരവാദികളായ നിരവധി ബ്രോക്കർമാരും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു. ചോദ്യം ചെയ്യലിൽ മുഴുവൻ പ്രതികളും കുറ്റം സമ്മതിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി.
സൗദിയിലെ സിനിമാ വ്യവസായത്തിന്റെ വളർച്ച ഗണ്യമായ നിലയിൽ ഉയർന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ സിനിമാ ടിക്കറ്റ് വിൽപ്പനയിലൂടെ നേടിയ വരുമാനം 1000 കോടി റിയാലായി ഉയർന്നു. ഇത് സിനിമാ വ്യവസായത്തിന്റെ വികസനത്തെയും പൊതുജന വിശ്വാസത്തെയും പ്രതിഫലിക്കുന്ന ഒരു ദേശീയ നേട്ടമാണെന്ന് സൗദി ഫിലിം കമ്മീഷൻ വ്യക്തമാക്കി. സിനിമാ ടിക്കറ്റ് വിൽപ്പനയുടെ 19% 8 സിനിമകളാണ് കൈയടക്കിയത്. കഴിഞ്ഞ 6 മാസത്തിനിടെ 2.63 കോടി റിയാലിന്റെ മൊത്തം വരുമാനവുമായി അമേരിക്കൻ ചിത്രമായ ദി മൂവി പട്ടികയിൽ ഒന്നാമതെത്തി. 2.26 കോടി റിയാലുമായി അൽ സർഫ് എന്ന സിനിമ 2ാം സ്ഥാനത്തുമെത്തി. കുവൈറ്റിൽ ജുഡീഷ്യൽ എൻഫോഴ്സ്മെന്റ് നടപടികളിൽ ഗണ്യമായ വർധനവ്. ഏറ്റവും ശ്രദ്ധേയമായ വർധനവ് യാത്രാവിലക്കുകളും തടങ്കൽ ഉത്തരവുകളുമായി ബന്ധപ്പെട്ട നടപടികളിലാണ്. ഇത് 2023 1,53,784 കേസുകളിൽ നിന്ന് 2024 1,82,255 കേസുകളായി ഉയർന്നു. ഇതിൽ 69,654 എണ്ണം യാത്രാവിലക്കുകളായിരുന്നു. കടം, സാമ്പത്തിക തർക്കങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള കേസുകളിൽ കോടതി വിധികൾ നടപ്പാക്കുന്നത് കർശനമാക്കാൻ കുവൈറ്റ് അധികൃതർ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി ഈ വർധനവ്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ UAEയിലെ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മ അനുശോചിച്ചു. ദുബായ് ഗിസൈസിലെ നോട്ട്ബുക്ക് റെസ്റ്റോറന്റ് ഹാളിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ വനിതാ വിനോദ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. അമൃത TV സീനിയർ റിപ്പോർട്ടർ ശ്രീരാജ് കൈമൾ, ക്യാമറാമാൻ ജെറിൻ ജേക്കബ്, മാധ്യമപ്രവർത്തകരായ MCA നാസർ, റോയൽ റാഫേൽ, T ജമാലുദ്ദീൻ, ജലീൽ പട്ടാമ്പി, ഭാസ്കർ രാജ്, പ്രമദ് B കുട്ടി തുടങ്ങി വിവിധ മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ സംസാരിച്ചു. മലയാളി ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ പ്രമുഖ ബിസിനസ് സംരംഭങ്ങളിൽ ഒന്നായ റിച്ച് മാക്സ് ഗ്രൂപ്പിന്റെ ആദ്യ അന്തർദേശീയ ഓഫീസ് ദുബായിൽ തുറക്കും. മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെയും വ്യവസായ പ്രമുഖരുടെയും സാന്നിധ്യത്തിൽ ജൂലൈ 26 ദുബായ് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്യും. ദുബായ് കരാമയിൽ പ്രവർത്തനം തുടങ്ങുന്ന പുതിയ ഓഫീസ് റിച്ച് മാക്സ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ UAEയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ബന്ധപ്പെട്ടവർ ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2030 മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളിൽ കൂടി സാന്നിധ്യം വ്യാപിപ്പിക്കാനുള്ള ഗ്രൂപ്പിന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് ദുബായിൽ ഓഫീസ് തുറക്കുന്നതെന്ന് റിച്ച് മാക്സ് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് ജോർജ് ജോൺ വാലത്ത് പറഞ്ഞു. ഡയറക്ടർമാരായ ജോളി CM, പ്രവീൺ ബാബു, റീജിയണൽ ഹെഡ് സജീഷ് ഗോപാലൻ, വൈസ് പ്രസിഡന്റുമാരായ ജോഫ്രിൻ സേവ്യർ, പ്രമോദ് PV, ടൂർ സീനിയർ മാനേജർ മുജീബ് റഹ്മാൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി മറ്റു വാർത്തകൾ കൂടി നോക്കാം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നാളെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട വിഫ ചുഴലിക്കാറ്റ് ചക്രവാത ചുഴിയായി ദുർബലമായി അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിച്ചേക്കും. തുടർന്നുള്ള 24 മണിക്കൂറിൽ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ വിവിധയിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഞായറാഴ്ച വരെ മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ആയിരുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയുള്ള തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പത്തനംതിട്ട, ആലപ്പുഴ. വീണ്ടും റെക്കോർഡ് ഉയരം കുറിച്ച് സ്വർണ്ണവില. സംസ്ഥാനത്ത് പവന്റെ വില 75,040 രൂപയായി. ഇന്ന് പവന് 760 രൂപയും ഗ്രാമിന് 95 രൂപയുമാണ് വില വർദ്ധിച്ചത്. ഗ്രാമിന് 9,380 രൂപയാണ് ഇന്നത്തെ വില. മൺസൂൺ ബമ്പർ ലോട്ടറി നറുക്കെടുത്തു. ഭാഗ്യമെത്തിയത് കണ്ണൂരിലാണ്. MC 67, 85, 72 എന്ന ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമായ 10 കോടി ലഭിക്കുക. പയ്യന്നൂർ ലോട്ടറി സബ് ഓഫീസിനു കീഴിലുള്ള ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത്. MC 678572 എന്ന ടിക്കറ്റിനാണ് ഇത്തവണത്തെ മൺസൂൺ ബമ്പറിന്റെ ഒന്നാം സമ്മാനം ലഭിക്കുക. 10 കോടി രൂപയാണ് ഒന്നാം സമ്മാനം.
രണ്ടാം സമ്മാനം 10 ലക്ഷം വീതം 5 പേർക്കും, മൂന്നാം സമ്മാനം 5 ലക്ഷം വീതം 5 പേർക്കും, നാലാം സമ്മാനം 3 ലക്ഷം വീതം 5 പേർക്കുമാണ് ലഭിക്കുന്നത്. രണ്ടാം സമ്മാനമായ 10 ലക്ഷം രൂപ 5 പരമ്പരകളിലായി MA 719846, MB 682584, MC 302229, MD 273405, ME 372685 എന്നീ നമ്പറുകൾക്കാണ് ലഭിക്കുക. മൂന്നാം സമ്മാനമായ 5 ലക്ഷം രൂപ MA 291581, MB 148447, MC 656149, MD 714936, ME 188965 എന്നീ നമ്പറുകൾക്കും ലഭിച്ചു. ആകെ 34 ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണത്തെ മൺസൂൺ ബമ്പറിനായി വിൽപ്പനയ്ക്കെത്തിച്ചിരുന്നത്. അതിൽ 33,48,990 ടിക്കറ്റുകളും വിറ്റുപോയിരുന്നു. 250 രൂപയായിരുന്നു ടിക്കറ്റ് വില. ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരം ഗോർക്കി ഭവനിലാണ് നറുക്കെടുപ്പ് നടന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കർക്കിടകവാവ് പിതൃതർപ്പണങ്ങൾക്കൊരുങ്ങി സംസ്ഥാനത്തെ പുണ്യസ്നാനഘട്ടങ്ങൾ. തലസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തി പിതൃബലി തർപ്പണം നടത്തുന്ന തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ് കർക്കിടക വാവുബലി നടക്കുന്നത്. തലേനാൾ ഒരു നേരത്തെ മാത്രം അരിയാഹാര വ്രതമെടുത്ത് ഭക്തർ പിതൃതർപ്പണത്തിന് എത്തുന്നു. ബലിതർപ്പണത്തിന് പ്രസിദ്ധമായ തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പുലർച്ചെ 2 മണി മുതൽ തർപ്പണം ആരംഭിക്കും. സ്ഥിരം മണ്ഡപങ്ങൾ കൂടാതെ 9 ബലിമണ്ഡപങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഒരേ സമയം 3500 പേർക്ക് വരെ ബലിതർപ്പണം നടത്താനുള്ള സജ്ജീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 9 മണ്ഡപങ്ങൾ നമ്മളതിനായി നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ ശുചീകരണത്തിനായി 300ഓളം പേരെയും, കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ 750ഓളം പേർ നമ്മളെ സഹായിക്കാനായിട്ടുണ്ടാവും. സുരക്ഷയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഫിറ്റ്നസ്സുകളെല്ലാം എല്ലായിടവും പരിശോധിച്ച് ഫിറ്റ്നസ്സുകൾ നൽകിയിട്ടുണ്ട്. തിരുവല്ലം കൂടാതെ വർക്കല, പാപനാശം, അരുവിപ്പുറം, ശംഖുമുഖം തുടങ്ങി വിവിധ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ബലിതർപ്പണത്തിന് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൈമനം മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏകശിലയിൽ സമ്പൂർണ്ണ ശിവകുടുംബ പ്രതിഷ്ഠയോട് കൂടിയ കൈമനം ബ്രഹ്മസ്ഥാനത്തിലെ അമൃതതീർത്ഥത്തിലും കർക്കിടകവാവ് ബലിതർപ്പണം നടക്കും. രാവിലെ 6 മണി മുതൽ 2 ബാച്ചുകളിലായാണ് ബലിതർപ്പണം നടക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കർക്കിടക വാവുബലിക്കായി ആലുവ മണപ്പുറവും ഒരുങ്ങി. പുലർച്ചെ 2:30 പിതൃതർപ്പണ കർമ്മങ്ങൾ തുടങ്ങുക. മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. മണപ്പുറത്തെ ചെളി നിറഞ്ഞ ഭാഗങ്ങളിൽ പാറപ്പൊടിയും മെറ്റലുമിട്ട് ഭക്തർക്ക് നടക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം ബാലരാംപുരം നെല്ലിമൂട് കണ്ണറവിള കൃഷ്ണഗാഥയിൽ ജി ബാലകൃഷ്ണൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. മാറനല്ലൂർ ശ്മശാനത്തിൽ സംസ്കാരം നടത്തി. അമൃത ന്യൂസിലെ സീനിയർ സബ് എഡിറ്റർ അഖില വി കൃഷ്ണൻ, അരുൺ കൃഷ്ണൻ, അഭിലാഷ് കൃഷ്ണൻ എന്നിവരാണ് മക്കൾ. ഭാര്യ വത്സല. ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ ഖത്തർ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിക്ക് ബിഡ് സമർപ്പിച്ചു. ഒളിമ്പിക്സിലും പാരാലിമ്പിക്സിലും നടത്താൻ താൽപ്പര്യം അറിയിച്ച് ഔദ്യോഗികമായ അപേക്ഷ നൽകിയതായി ഖത്തർ ഒളിമ്പിക്സ് കമ്മിറ്റി അറിയിച്ചു. 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോളും 2024 ഏഷ്യൻ കപ്പ് ഫുട്ബോളും ഉൾപ്പെടെ വിവിധ കായികമേളകൾ വിജയകരമായി നടത്തിയതിന്റെ റെക്കോർഡുമായാണ് ഖത്തർ ഒളിമ്പിക്സിന് ആതിഥേയരാകാൻ ശ്രമം നടത്തുന്നത്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.